നമ്മുടെ തലമുറകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു കാവുകളും പതിയും വിശ്വാസവും. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. കല്ലടിഞ്ഞ കല്ലടിക്കോട് കരിമല, ആ കരിമലയിലെ പഴയ കാലങ്ങളിൽ പോയി ഉപാസനകൾ ചെയ്ത് ആദിമാതാവായിരിക്കുന്നത് ആ മലവാരത്തമ്മേനെയും ആ മലവാരത്തമ്മയുടെ മകനായിരിക്കുന്ന കരിങ്കുട്ടിയെയും ഉപാസന ചെയ്ത് ആ പഠിപ്പും സേവയും എല്ലാം പൂർത്തിയായതിനു ശേഷം അമ്മയുടെ സമ്മതത്തോടെ ഓരോ ഗുരുക്കന്മാരുടെ വീട്ടിലേക്കും അവരെത്തുന്ന സമയത്ത് എത്തിയതിന് ശേഷം അവിടെ ഇന്ന് കാണുന്ന പോലുള്ള ഒരു സജ്ജീകരണങ്ങളൊന്നുമല്ല. അത് ആ ദേവതനെ അവർക്കറിയാം, ദേവത അവരോടൊപ്പം പോന്നിട്ടുണ്ട്, അതിനൊരു സ്ഥാനം കണ്ടവിടെ ഇരുത്തണം, ആ ദേവി അവരുടെ വീട്ടിലുണ്ടാകണം എന്നുള്ളതായ വിശ്വാസത്തോടു കൂടി, ആ സന്തോഷത്തോടു കൂടി ആ ദേവതയ്ക്ക് അവർ ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലൊക്കെ വെച്ചിട്ട് അതുമേ ഇവർ കൊണ്ടുവരുന്നതായ, അതായത് പഠിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ആ വരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അവരതിന് വേണ്ടുന്ന ശിലകൾ അവർ കൊണ്ടുവന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് നിത്യം വൃത്തിയോട് കൂടി ഇരിക്കണം എന്നുള്ളതിൽ രാവിലെ മുങ്ങിക്കുളി, കുളത്തിലോ പുഴയിലോ പോയി കുളിച്ച് മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ജപത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാൻ പോകുന്ന കുളിക്കടവിൽ നിന്നോ അല്ലെങ്കിൽ പുഴയിൽ നിന്നോ അവർക്ക് പറ്റിയ ചില കല്ലുകൾ, നല്ല ഷേപ്പായിട്ടുള്ള കല്ലുകളൊക്കെ കൊണ്ടുവന്ന്, ആ കല്ലുകൾ എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ മണ്ണിലും കല്ലിലും ഒക്കെ ഒഴുകി അതിനെക്കുറിച്ച് ഷേപ്പായി ഉണ്ടാവും. അതിൻ്റെ പരിപരുത്ത ഭാഗങ്ങളൊക്കെ മാറിയിട്ട് അത്തരം കല്ലുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ആ ഗുരുക്കന്മാരുടെ വീടുകളിൽ വെറും കല്ലുമിലോ അല്ലെങ്കിൽ മണ്ണ് മാത്രം അതുകൊണ്ട് ഇങ്ങനെ ഒരു പുല്ല് കൂട്ടി തേച്ച് ചാണകം മെഴുകിയിട്ട് അതിൻ്റെ മീതൊക്കെ കുടിവെച്ചിട്ട് അവർ ആ ദേവീനെ അല്ലെങ്കിൽ ദേവനെ അവിടെ പ്രതിഷ്ഠ വെച്ചിട്ട് അവർ നിത്യം ആരാധിച്ചിരുന്നു. ആരാധന അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലഹരിയായിരുന്നു. അവർക്ക് മദ്യം കഴിച്ചിട്ടുള്ള ലഹരിയല്ല, ആ ദേവനെ അല്ല ദേവീനെ കൃത്യമായിട്ട് ആചരിക്കാം. മലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പരമശിവന്റെ അല്ലെങ്കിൽ പാർവതി ഇവരോടൊക്കെ സംബന്ധിക്കുന്ന മക്കളെങ്ങിയുള്ള ഇവിടെ. അപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിന് നമ്മുടെ വീട്ടിൽ വന്നിരിക്കും, നമ്മുടെ എല്ലാകയിലും ഇരിക്കാൻ ചിലപ്പോൾ ഇടം വരെ ഉണ്ടാവില്ല, എങ്കിലും അവർക്ക് സ്ഥാനം കൊടുത്ത് അവർ ആചരിക്കുമ്പോൾ അവരുടേതായ എല്ലാ അനുഗ്രഹങ്ങളും ഈ വീട്ടുകാർക്കും ആ കർമ്മയ്ക്ക് പ്രത്യേകാൽ കിട്ടിയിരുന്നു. അതിനനുസരിച്ച് കർമ്മം ചെയ്ത് ആ ദൈവത്തിന് നല്ലൊരു സന്തോഷമാക്കിയിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇന്ന് കാണുന്നത് പോലെയുള്ളതായ നിവേദ്യങ്ങളോ ആചാര രീതികളോ അല്ല. അന്ന് അവർക്ക് താന്ത്രികോ അല്ലെങ്കിൽ അതിനോട് ഉള്ള ഇന്ന് കാണുന്ന പോലുള്ള മാന്ത്രിക വിഷയങ്ങളും വിധാനങ്ങളൊന്നും അവർക്കറിയില്ല. അവർക്കറിയുന്നത് ആകെ ഉള്ളത് കൃത്യമായിട്ടുള്ള മനസ്സ് നിറഞ്ഞ വിശ്വാസം മാത്രമേ ഉള്ളൂ. ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി കുളത്തിൽ പോയി കുളിച്ചു വരുമ്പോഴാണെങ്കിൽ, പുഴയിൽ പോയിട്ടാണോ കുളിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ കിണറിൻ്റെ അവിടെ നിന്ന് കുളിച്ചു വരണമെങ്കിൽ ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നിട്ട് ആ ദേവതയുടെ തലയിൽ ഒഴിച്ച് അദ്ദേഹം കുളിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ വല്ല പൂവോ എന്തെങ്കിലുമൊക്കെ വെച്ച്, ചിലപ്പോൾ വിളക്ക് വെക്കുക, എന്തായാലും വിളക്കുണ്ടാവും, ഒരു നേരെങ്കിലും വിളക്കില്ലാതിരിക്കില്ല. അത് വിളക്ക് വെച്ച് അദ്ദേഹത്തിനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് അത് ഇവർ മുടക്കാതെ ആചരിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് ആണ്ടൃതകളിലോ വിശേഷ ദിവസങ്ങളിലോ, ആണ്ടൃതകൾ എന്ന് പറയുമ്പോൾ സംക്രമം, കർക്കിട സംക്രാന്തി, അല്ലെങ്കിൽ വിഷു സംക്രമം, അല്ലെങ്കിൽ ഓണോത്രാടം, അതുപോലെ ധനുപ്പത്ത്, പിന്നെ അവരുടെ കാവിലെ ഉത്സവം, തട്ടകത്തെ ഉത്സവം, ഇതിനെല്ലാം പ്രത്യേകം അവർ കർമ്മങ്ങൾ ചെയ്തിരുന്നു. ആ വീട്ടിലെ ഈ ദേവതനെ വെച്ചിരിക്കുന്ന ആ വീട്ടിലും അതേപോലെ തന്നെ വാർഷികമായിട്ട് ഉത്സവം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനും പഴയ കാലത്ത് അങ്ങനെയൊന്നുമില്ല, തട്ടകത്തെ ഉത്സവത്തിനെയാണ് കഴിച്ചിരുന്നത്. അതങ്ങനെ ഉത്സവങ്ങളൊക്കെ കഴിച്ചിരുന്നു. ആ ഉത്സവത്തിൻ്റെ ഒപ്പം ഈ കർമ്മങ്ങളും അങ്ങനെ ചെയ്തു പോന്നിരുന്നു. അപ്പോൾ അവർക്ക് കർമ്മരീതി എന്ന് പറയുമ്പോൾ ഉത്തമത്തുള്ള കർമ്മമല്ല, പാലും പഴവും പായസങ്ങളും നിവേദ്യങ്ങളൊന്നുമല്ല. കാരണം അന്ന് ആ കവളാചാരപ്രകാരത്തിലുള്ള കർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ചെയ്യാൻ അതിന് കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് മധു, മാംസം ഇത്യാദികൾ വെച്ചിട്ട്
ആണ് അവർ ആ വഴി അത് പൂജിച്ചിരുന്നത്. അതായിരുന്നു ആദ്യ ദേവതയുടെ ഒക്കെ ആ ഗോത്ര സംബന്ധമായിട്ടുള്ളതായ ആചാര രീതികൾ. അതായിരുന്നു ആ ദേവനോ ദേവിക്ക് വേണ്ടത്. അതിന്ന് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്, വേണ്ടത് തന്നെ. പക്ഷെ ആ തനതായ രീതിയിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയി. അങ്ങനെ വരുമ്പോൾ ആ ദേവി ദേവനൊക്കെ വളരെയധികം കഷ്ടങ്ങളോ വിഷമങ്ങളോ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതിന്റെ ശക്തിക്കും കുറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ പഴയ കാലത്ത് എല്ലാവരും ഈ കാവുകള് അല്ലെങ്കിൽ വൃക്ഷച്ചുവട്ടില് തറ കെട്ടിയിട്ട് ഇരുത്തിയിരുന്ന ആ ദേവനെ, ആ ദേവതയുടെ ആ ശക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ദേവതയുടെ മനസ്സറിഞ്ഞുകൊണ്ട് അതിനെ കൃത്യമായിട്ട് അതിനെ ആചരിച്ചിരുന്ന ഗുരുക്കന്മാര് അതിനെ നീങ്ങിപ്പോകുന്നു, ആചരിച്ചു പോകുന്നു. പിന്നീട് തലമുറകൾ കഴിഞ്ഞു നോക്കുമ്പോൾ ആ ദേവീദേവന്മാരെ കൃത്യമായിട്ട് ആചരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ആ ആചാരങ്ങൾ നടത്തിയിരുന്ന വീടുകളിൽ അല്ലെങ്കിൽ അത് വെച്ച് പൂജിച്ചിരുന്നതായ വീടുകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. കാരണം അവരെ ആചരിച്ചിരുന്നതായ ഗുരുക്കന്മാർ പോയി. പിന്നീട് ഇതിനെ കൃത്യതയോടുകൂടി ആചരിക്കാനായിട്ട് അവിടെ ആർക്കും അറിയാനായിട്ട് ശ്രമിച്ചില്ല. ഈ ഇഷ്ടമില്ലായ്മ കൊണ്ട് മറ്റുള്ളവർ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല. ചിലവരൊക്കെ ഗ്രന്ഥങ്ങളുണ്ടായിരിക്കും, ചിലവരൊക്കെ ഈ പഠിപ്പും ഒട്ടനവധി മന്ത്രങ്ങളും മനസ്സിൽ വെച്ചിട്ട് ആ ഗുരുക്കന്മാർ മണ്ണടഞ്ഞു പോകുമ്പോൾ, അതായത് മരണപ്പെട്ട് മണ്ണിന്റെ അടിയിൽ പോകുമ്പോൾ, കത്തിച്ച് കളയുമ്പോൾ ഈ അറിവുകളെല്ലാം അതോടുകൂടി പോകുന്നു. ഒരാൾക്കും പറഞ്ഞു കൊടുക്കാനും ഒരാളും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അറിയാനോ അവർ ശ്രമിച്ചിട്ടുണ്ടാകില്ല. അപ്പൊ അങ്ങനെ ഒരു തലമുറയെന്നോ അല്ലെങ്കിൽ പല തലമുറകൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് പുറത്തു നിന്ന് വന്ന ഒരാള് അത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് ശക്തി ഉണ്ടാക്കുന്നത്, ആ മുത്തച്ഛൻ വന്ന് ഒരു വിളക്ക് വെച്ച് ഇത്തിരി വെള്ളം തെളിച്ച് എന്തെങ്കിലും നിവേദ്യങ്ങൾ വെച്ച് അവൻ്റെ അമ്മേ അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ മറ്റു മൂർത്തികൾ ആരൊക്കെയാണ് ചാത്ത അതൊക്കെ വിചാരിച്ച് അവരെന്തെങ്കിലും നിവേദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു വിളക്കോ വെച്ച് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായി തന്നെ ആ ശിലയ്ക്ക് അല്ല ശിലയിലിരിക്കുന്നതായ ആ ശക്തി ചൈതന്യത്തിന് നല്ല പവറായിട്ട് വരും. അതുതന്നെയാണ് അവിടെ ആവശ്യം. അതിനാൽ അവരുടെ കുടുംബത്തേക്കുള്ള ആപത്തൊഴിഞ്ഞു, ദുരിതങ്ങൾ മാറി, ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു, മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ ഇഷ്ടം പോലെ ആകുന്നു. അവരെല്ലാവരും ആ തറയ്ക്ക് ചുറ്റും നിന്നിട്ട് ആ ദേവനെ അവര് പൂജിക്കുന്നു, അവർ കർമ്മങ്ങൾ ചെയ്യുന്നു. അവരുടേതായ വിശേഷ ദിവസങ്ങളിൽ അവർ കൊട്ടും പാട്ടും കെട്ടിയാട്ടങ്ങളൊക്കെ വരുമ്പോൾ വീട്ടുകാർ ചുറ്റോട് ചുറ്റും നിന്ന് മുടിയാടി കളിക്കുന്നു. അവർക്ക് വളരെ സന്തോഷം, ദേവൻ അതിലേറെ സന്തോഷം. അങ്ങനെ ഇരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നീട് അതിനെ സംരക്ഷിക്കാതെ വന്ന് നോക്കുമ്പോൾ ഈ ആചാരങ്ങളൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഒരു വേള കർമ്മങ്ങളില്ലാതെ കിടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇതിന്റെ ശക്തി നശിച്ചു. അപ്പൊ ദൈവിക ശക്തി നശിച്ചു കഴിഞ്ഞാൽ പൈശാചിക ശക്തികളോ അല്ലെങ്കിൽ ആ ഭാവങ്ങളൊക്കെയാണ് ഇവിടേക്ക് എത്തുക, ആ സാന്നിധ്യങ്ങളാണ് എത്തുക. ആ സാന്നിധ്യങ്ങളെത്തുമ്പോൾ ഈ ശിലയിലിരിക്കുന്നതായ ഈ തറകളിലിരിക്കുന്നതായ ദൈവ സാന്നിധ്യങ്ങളൊക്കെ ഇതിന്ന് തെറ്റിപ്പോകേണ്ട അവസ്ഥ വരും, മാറി നിൽക്കേണ്ട അവസ്ഥ വരും. കാരണം ഒരാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ, ഒരാളുടെ വീട് തട്ടിയെടുക്കാൻ, ഒരാളുടെ പേരിൽ മറ്റൊരാൾ അറിയപ്പെടാൻ ഇന്ന് കാണുന്ന വ്യഗ്രത പോലെ തന്നെ അന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കുസ്തി പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ദേവീദേവന്മാർക്ക് കർമ്മങ്ങളില്ലാതെ വരുമ്പോൾ, അവർക്ക് ശക്തികളില്ലാതെ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ വീട്ടുകാർക്ക് വരുന്നതായ ചില ദുരിതങ്ങളോ അല്ലെങ്കിൽ സ്ഥലപരമായി കാണുന്നതായ മറ്റ് ദോഷങ്ങളോ അല്ലെങ്കിൽ ആ കുടുംബത്തേക്ക് തന്നെ മരണപ്പെട്ടുപോയി ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാതി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ദുരിതങ്ങളെല്ലാം വന്നെന്നറിയാ ഈ ദൈവങ്ങളിലാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റൊരാൾ ദോഷങ്ങൾ ചെയ്യുമ്പോൾ അവരുടേതായ ബാധ സാന്നിധ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഗുരുമുത്തച്ഛന്മാരും നമ്മൾ വെച്ച് ആരാധിക്കുന്നതായ ദേവതകളാണ് അതിന് മുന്നിൽ നിന്ന് തടയാൻ. അപ്പോൾ വരുന്നവന്റെ ശക്തി കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശക്തി ചിലപ്പോൾ ആ ശക്തി ഇല്ലായ്മയിൽ ചിലപ്പോൾ അവനെ തടുക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ദൈവങ്ങൾ കൂട്ടാവേണ്ടി വരും, മാറി നിൽക്കേണ്ടി വരും. ആ ദൈവങ്ങൾ മാറി നിൽക്കുമ്പോൾ എന്താ, പുറത്തുനിന്ന് വന്ന ആളുകളാണ് അവിടെ കയറി കൈകാര്യം ചെയ്യുക. അപ്പോൾ ഒരുത്തനെ ഏതെങ്കിലും ഒരുത്തനെ അവനെ എന്തെങ്കിലും ജപ്തി നടപടികൾ വരുമ്പോൾ അവന്റെ സ്വത്ത്, അവന്റെ ജംഗമ വസ്തുക്കൾ, ബാങ്ക് ബാലൻസ് എല്ലാം അവനെ അത് ഇവര് കൈകാര്യം ചെയ്യുന്ന പോലെ അവന്റെ ശക്തിനെല്ലാം മരവിപ്പിക്കും.
അതിന് കാരണം ഉണ്ടാക്കിയത് വീട്ടുകാരാ. കാരണം ഒരു ദേവതേനെ വെച്ച്, ഏതൊരു ദേവതേനെ വെച്ച് അതിന് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനെ കൃത്യമായിട്ട് അതിൻ്റെ ശക്തിനെ വീണ്ടും വീണ്ടും നിറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ മൊബൈല്, ആ സെൽഫോണിന് ചാർജ് ഉണ്ടാവണം, എന്നാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റീചാർജ് ചെയ്യണം, എന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നെറ്റ് ടവറുള്ള സ്ഥലത്ത് നിന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ അതിൻ്റെ ഡിസ്പ്ലേ പോയാലോ ഇതിൻ്റെ ഒന്നും ഒരു കാര്യം നടക്കില്ല. അപ്പൊ പല പല നിമിത്തങ്ങളെ കൊണ്ട്, പല കാര്യങ്ങളെ കൊണ്ടും കാണിച്ചു തന്നിട്ടുണ്ടാവും. ഈ ധർമ്മദൈവാദികളുടെ ശക്തി കുറയുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ആ വീട്ടിലെ അച്ഛന്, ആ വീട്ടിലെ അമ്മയ്ക്ക്, ആ വീട്ടിലെ മക്കൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് അവന്റെ വേഷം കെട്ടാ, അതവ അങ്ങനെ തന്നെയാ, അയാൾ വെള്ളടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുക. അവര് ആരും അതിനെ ശ്രദ്ധിക്കൂല. വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ദുർമരണങ്ങൾ സംഭവിക്കും. അതൊന്നും അവർ കാര്യമാക്കില്ല. അതൊക്കെ അവന്റെ കുറ്റങ്ങൾ പറഞ്ഞ് മാത്രമേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ പറയുള്ളൂ. അപ്പൊ ആ വീട്ടിലേക്ക് ഈ ധർമ്മദൈവാദികൾക്ക് ദുരിതങ്ങളായിട്ട് വരുമ്പോൾ, നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ, പുറത്തു നിന്ന് വരുന്നതായ ബാധാദോഷങ്ങൾ ഇതിൽ ശക്തി പ്രാപിക്കുമ്പോൾ പല സമയങ്ങളിലായിട്ട്, പല ടൈമുകളിലായിട്ട് നമുക്ക് അതിന്റെ നിമിത്തങ്ങൾ മക്കൾക്കായിട്ട് ഓരോരുത്തരും കാണിച്ചു തരും. അപ്പൊ അതിനൊക്കെ വളരെ ലാഘവപൂർവം അതൊന്നുമല്ല എന്നുള്ളതിൽ മാറ്റി നിർത്തുമ്പോൾ പിന്നീട് എണിക്കാൻ പറ്റാത്ത തരത്തിലോ, അല്ലെങ്കിൽ തടുക്കാൻ പറ്റാത്ത തരത്തിലോ, മാറാൻ പറ്റാത്ത തരത്തിലാവും ഓരോ ഉപദ്രവങ്ങളും വരിക. അങ്ങനെ ഓരോ ഉപദ്രവങ്ങളും വരുമ്പോൾ അവർ വീട്ടുകാർ തമ്മിൽ ആലോചനകൾ തുടങ്ങും, വീട്ടുകാർ തമ്മിൽ അഭിപ്രായം തുടങ്ങും. ഇപ്പൊ രോഗമാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സിക്കാൻ, ഭേദമാക്കാം. അപ്പൊ ആ ഡോക്ടറും കൈമലർത്തുന്ന അവസ്ഥയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ചില ഡോക്ടർമാര് അങ്ങനെ പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പരമാവധി നോക്കി, ഇനി ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, ഇനി നിങ്ങൾ എന്താണെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നൊരവസ്ഥ. അത് അങ്ങനെ പല കേസുകളും നമ്മുടെ അടുത്ത് വരുമ്പോൾ, ഒരു കർമ്മിയുടെ അടുത്ത് വരുമ്പോൾ അതിൽ നിന്നാണ് ആ കർമ്മിക്ക് ഇങ്ങനെ പറയാനുള്ള, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു അവസ്ഥ ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നല്ലൊരു ആരോഗ്യവാനായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അതൊരു പൈസയുടെ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളെ കൊണ്ട് ഒരുപാട്, നമുക്കത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കണമെന്നില്ല. പക്ഷെ അവരുടെ അനുഭവം, അവരുടെ ആ രോഗിയാക്കിയത് അതാണ് പറഞ്ഞു വരുന്നത്. അവരുടെ വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ചില പ്രത്യേക സംഭവങ്ങളൊക്കെ നടന്നു. അത് കഴിയുന്നതിന് മുൻപ് വീട് വിട്ടു പോകുകയാണെന്ന്. ആ വീട് വിട്ടു പോയതിനു ശേഷം ഈ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള കുറേ അവസ്ഥകൾ വരിക. ശരീരം മൊത്തം തളർന്നു. ശരീരത്തിലൊക്കെ ആള് മൂത്രമൊഴിക്കുന്നതുമെല്ലാം പഴുപ്പ് പോലെ ഉള്ള സംഗതി പോണ്. അതിന്റെ പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾക്ക് ശാരീരികമായിട്ട് ആകെ തളർന്നു. എന്താണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. ആളുടെ ശരീരത്തിൽ നിന്നൊക്കെ രക്തം പൊടിയുന്നൊരവസ്ഥയാണ്. ഈ ചില പാമ്പ് കടിച്ച രക്തമാണില്ല, ഒക്കെ കടിച്ചു കഴിഞ്ഞ് അങ്ങനെ വരുന്നതാണ്. ഇതൊന്നും അങ്ങനെ സംഭവില്ല. അങ്ങനെ ഇവിടുത്തെ വിദഗ്ധ ഡോക്ടർമാർ ചികിത്സിച്ചു. അങ്ങനെ ഈ 1 മാസം കഴിഞ്ഞ് ഇയാൾ മരിക്കുള്ളൂ എന്ന് കണക്കാക്കി. അങ്ങനെ വേറൊരു ആശുപത്രി പോയി. അവിടെ ഒരു 3 മാസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അവര് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, ഇതിന് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, എങ്കിലും ഞങ്ങൾ നോക്കട്ടെ എന്നുള്ളൊരു 3 മാസം കഴിയുമ്പോഴേക്കും ഇവരുടെ വീടൊക്കെ വിൽക്കേണ്ടി വന്നു. അങ്ങനത്തെ അത്രയും വലിയൊരു ആശുപത്രിയിലായിരുന്നു, പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുന്ന സമയം, നാളെ ഡിസ്ചാർജ് ആവണം, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമായി എന്ന് പറയുന്ന സമയത്താണ് ഇതേപോലെ തന്നെ ഈ ചോരയും പഴുപ്പും വയറ്റുന്നു പോകുന്നത്. അപ്പൊ ദിവസങ്ങളോളം അവര് നോക്കിയിട്ടാണ് ഡിസ്ചാർജ് എഴുതുന്നത്, നാളെ ചെയ്യാന്ന് പറയുന്നത്. ആ പോകുന്ന സമയത്തേക്ക് പ്രശ്നമായി. അങ്ങനെ ഇയാൾക്ക് പഴയ പോലെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി അവർ കൂട്ടത്തോടെ മരിക്കാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറയണമെന്ന്, അതും വിദേശത്തു നിന്നൊക്കെ വരുന്ന ഡോക്ടർമാരാ പറഞ്ഞു, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു രോഗമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത്രയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഡോക്ടർമാർ വന്നു, ഇതിനെ മാറ്റാൻ പറ്റുന്ന ഒരു എന്താണ് ഞങ്ങൾക്ക് അറിയണ്ടേ, അത് മനസ്സിലാവണില്ല. ഇത്രയ്ക്ക് മരുന്നും ചെയ്തിട്ടും അതിന് ഭേദമില്ല. അപ്പൊ ഈ ഡിസ്ചാർജ് ചെയ്താന്ന് പറയുമ്പോൾ അന്നാണ് ഇതേപോലെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ
മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ചെയ്തോളൂ. ആള് 2 ദിവസം കിടന്നോട്ടെ, അത് അല്ലെങ്കിൽ അതിന് മുന്നേ അറിയിക്കണവരൊക്കെ അറിയിച്ചോളെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭേദമായിട്ട് വന്നിട്ടുള്ളതാണ്. വീണ്ടും പഴയങ്ങാട്ടിയും ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നോക്കിയറിഞ്ഞ് അതിനുള്ളതായ പരിഹാരങ്ങൾ ചെയ്തപ്പോൾ ആ കൂടുതലും ബുദ്ധിമുട്ടുള്ളത് അവിടെ നിന്നും അതുപോലെ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് രോഗത്തിലേക്കല്ല പോയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുമ്പോൾ, അപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമ്മൾ സാധാരണ രോഗം കണ്ടു കഴിഞ്ഞ് ഡോക്ടറിനെ സമീപിക്കും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ധ്യാനത്തിനൊക്കെ വെച്ചിട്ട് ആളിനെ കൊല്ല ചെയ്യലല്ല. അപ്പോൾ ഈ ഡോക്ടറിനെ കണ്ടു വിശദമായിട്ടുള്ള പരിശോധനകളൊക്കെ ചെയ്ത് അത് രോഗത്തിൻ്റെ അല്ല പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന മരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുന്നില്ല എന്നുള്ളത് കാഴ്ചപ്പാടോടുകൂടി വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലുള്ളതായ സംഗതികളൊക്കെ പറയൂ. അല്ലാത്ത പക്ഷം ഇനി ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടുകാർ, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ചേർന്നൊരു ആലോചന ഉണ്ടാവും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൃഷ്ണകുട്ടിക്ക് ഇങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്താണ് മരുന്ന് ചെയ്തിട്ട് മാറ്റമില്ല. അപ്പം ഇതെന്ത് ചെയ്യണം, എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് മറ്റൊരു തരത്തിൽ നോക്കിയാലോ എന്നുള്ളതിൽ വരുമ്പോഴാവും അവർ വേണ്ടപ്പെട്ടവരെ കൂടിയിട്ട് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നോക്കുക. ആ ജ്യോത്സ്യൻ പറയാ അദ്ദേഹത്തിന് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ, ശക്തമായിരിക്കുന്ന ആഭിചാര ദോഷങ്ങൾ വന്നിട്ടുണ്ട്, ഈശ്വരാധീനില്ല, അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞ രാശിയാണ് കിട്ടിയിട്ടുള്ളത്, ഒപ്പം ശക്തമായിരിക്കുന്ന ബാധകളാണ്. ആ ബാധകൾ എന്നെ മാതിരിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ചില വ്യക്തികളൊക്കെ പറയും അവനെ കൊല്ലാകൊല ചെയ്യാം, പിന്നെ ഇതാ മന്ത്രവാദം, എന്നാ കർമ്മം പൂജ, അപ്പനും അമ്മയ്ക്കും അല്ലാത്തവർ അല്ലെങ്കിൽ വൃത്തികെട്ട വർത്താനങ്ങൾ മാത്രമേ അവർ ഇതിൽ പങ്കുവയ്ക്കുള്ളൂ. ഈ കാണുന്ന വ്യക്തികൾ ചിലവരും, എല്ലാവരും ഇല്ല കേട്ടാ. അപ്പം അവർക്ക് വന്നിട്ടില്ല വെച്ചിട്ട് വന്നിട്ടുള്ളവർക്ക് എന്താ ചെയ്യുക? നമ്മൾ ഒരു രോഗം വന്നു, ഡോക്ടർ അടക്കം കൈയൊഴിഞ്ഞു, ആ വ്യക്തികൾക്ക് എന്ത് ചെയ്യണം? അവരുടെ രക്തത്തിന്, അവരുടെ കൂടപ്പിറപ്പിനെ അവർ ജീവൻ കിട്ടാനായിട്ട് അവരെന്താണെന്ന് നോക്കും. അത് എന്താണെന്ന് നോക്കണമെന്ന് വെച്ചെങ്കിൽ ആ വരുന്ന വ്യക്തികൾ ആരുടെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളതെങ്കിൽ അവര് അതിന് മാറ്റം ചെയ്യാൻ എന്ത് വരും, അല്ല എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് 100% നോക്കും. അത് അദ്ദേഹത്തിന്റെ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങളെ കൊണ്ടും അദ്ദേഹത്തിന്റെ പഠിച്ചിട്ടുള്ളതായ അതുപോലെ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ടും ആ മനോധൈര്യം കൊണ്ടും അതിനെ ഞാൻ നേരിട്ടുണ്ട്, ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ വിശ്വസിക്കാം. അല്ലാണ്ട് അപ്പുറത്തിരുന്നിട്ട് നമ്മൾ ഇതിന് വേറെ മോശപ്പെട്ട കമന്റ് ഇടുന്ന ആളുകളെ എടുത്തി കൊണ്ടുവരാൻ പറ്റുമോ? അവര് മോശപ്പെട്ട കമന്റുകൾ മാത്രം പറയണവരുണ്ട്, അറിയണവർ പറയണേ കുഴപ്പമില്ല. ഇതിനെക്കുറിച്ച് അറിയണവരാണെങ്കിൽ നിങ്ങൾ ചെയ്ത് ശരിയല്ല, ഇന്ന കർമ്മം ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ ഈ കർമ്മത്തിൻ്റെ ഒപ്പം ഇന്നമാര് ചേരണ്ട, ഇന്ന മന്ത്രം വെച്ചിട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾ എന്തിനാ വ്യക്തിനെ ഇത്ര ഇതാക്കിയിട്ടുള്ളത് എന്ന് കർമ്മത്തിന് അറിയുന്ന ഈ മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ അത്രയും പരിചയസമ്പന്നരായിട്ടുള്ള ഗുരുക്കന്മാരോ മറ്റോ പറയുകയാണെങ്കിൽ ശരിയാ. കാരണം ഈ വ്യക്തിനെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു വ്യക്തിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വെറുതെ നൂല് ജീവിച്ചിട്ട് പോയില്ലേ, അല്ലെങ്കിൽ ഒരു നാളികേരം ഒഴിഞ്ഞടിച്ചിട്ട് നിങ്ങൾ എന്ത് ഭേദാവെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലേക്ക് വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭേദാവെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്ത്, നിങ്ങൾക്ക് പറ്റില്ല വെച്ചെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാൻ പറയാറുന്നില്ലേ എന്ന് പറയാം. അങ്ങനെ പറയണമെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം അറിയാത്തൊരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ ബൾബ് കണ്ടുപിടിച്ചു എന്ന് പറയണോ, ബൾബ് കണ്ടുപിടിക്കുന്നത് കാലത്ത് നമ്മളങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? അത് ആ വഴിക്കൂടെ അങ്ങനെ അറിഞ്ഞ വഴിക്കൂടെ പോകണം. അറിയാത്തവന് അതിനെ കുറ്റം പറയും. എന്ത് കണ്ടുപിടുത്തായാലും ശരി, എന്ത് സംഭവമായാലും അറിയാത്തവര് ആ വിഷയത്തെ കൈകാര്യം ചെയ്യരുത്, അഭിപ്രായം പറയരുത്, അറിയുന്നവരെ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബ 4-ാം മേടത്തില് അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികള് കൂടപ്പിറപ്പുകൾ ആരാണെങ്കിൽ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് നിന്ന് നോക്കി, ആ ജ്യോത്സ്യൻ പറയുന്നതിനനുസരിച്ച് അത് ഇന്നമാരിയാണ് കാണുന്നത്, അതിന് ഇന്നമാരി ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹം നോക്കും. ഇപ്പൊ വ്യാഴം പറഞ്ഞ രാശിയാണ്, ഇപ്പൊ ബാധാസ്ഥാനത്ത് ശക്തമായിരിക്കുന്ന ചാത്തനാണ്, അല്ലെങ്കിൽ കാളിയാണ്, അല്ലെങ്കിൽ കരിങ്കുട്ടിയാണ്, അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന നാഗങ്ങളാണ്, ചില ദുർമരണപ്പെട്ടിരിക്കുന്ന ചില പ്രേതാത്മാക്കളാണ്, രക്ഷസിന്റെ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇതിനെന്ത് ചെയ്യും എന്ന് നോക്കുമ്പോൾ ശരിക്കും അദ്ദേഹം നോക്കും ഈ ലഗ്നത്തിന്റെ ശരീരത്തിൽ വന്ന് ബാധിച്ചിട്ട് ഉപദ്രവിക്കുന്ന ബാധാദോഷങ്ങൾക്ക് ഇന്നമാരുള്ള കർമ്മങ്ങൾ ചെയ്ത് ഈ ബാധാദോഷങ്ങളെ ആവാഹിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ പ്രേതദോഷത്തിന് ഇന്നമാതിരി കർമ്മങ്ങൾ ചെയ്ത് ഇതിനെ തിലഹോമ ക്ഷേത്രപിണ്ഡ സായുജ്യ ഇത്യാദികൾ ചെയ്ത് ഇതിനെ പ്രേതമോക്ഷം കൊടുത്ത് ഗതിവരുത്തുകയും, സർപ്പദോഷത്തിന് സർപ്പപ്രതിനിധിക്ക് ആവാഹിച്ച് ഇപ്പൊ പാമ്പ് മേക്കാട്ടയ്ക്കോ പാതിരക്കുന്നത്തേക്കോ അതേപോലുള്ളതായ ക്ഷേത്രങ്ങളിലോ സമർപ്പിച്ച്
പാലും നൂറോ അല്ലെങ്കിൽ സർപ്പമിരിയോ കഴിക്കുകയും ആ ലഗ്നാദികളുടെ കുടുംബം നാലാമയിടത്ത് പിന്നെ വരുന്നത് അവരുടെ ധർമ്മദൈവങ്ങള് വളരെയധികം ദുരിതത്തിലാണ്. ആ ധർമ്മദൈവത്തിനെ കൃത്യമായിട്ട് ആചരിച്ചാലേ ഇദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുമോ എന്നുള്ള പ്രശ്നത്തിൽ കാണും. അപ്പൊ ഈ ധർമ്മദൈവാദിൽ ദുരിതത്തിൽ നിന്നാണ് മറ്റു സംഭവങ്ങളൊക്കെ കയറി വരാനുള്ള ഒരു പാതയായിട്ട് വന്നിട്ടുള്ളത്. ധർമ്മദൈവാദിൽ നല്ല ശക്തി ചൈതന്യത്തോടു കൂടിയാണെങ്കിൽ ഇതിനൊക്കെ തടഞ്ഞു നിർത്താനോ ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ കാക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു. അപ്പോ ഇത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി അവരുടെ ധർമ്മദൈവാദികളെ സംരക്ഷിച്ചു കൊള്ളാം. അതിനെ ഇന്നമാതിരി നമ്മളെല്ലാവരും ചേർന്ന് അവിടെ ഓരോ പിടി പണം എടുത്തിട്ട് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച് ആ ക്ഷേത്രത്തിന്റെ അരികെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ദൈവസന്നിധിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതിന്റെ എന്ത് കഷ്ടങ്ങളുണ്ടെങ്കിലും ദുരിതങ്ങളിൽ തീർത്തുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്ക് സർവേശ്വരൻ കൊടുത്തിട്ടുള്ള ഹരിയായുഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനെ ഞങ്ങൾക്ക് തരണേ, ഞങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ദുരിതം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര നാളിൻ്റെ ഉള്ളിൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ പിന്നെ മാറ്റങ്ങളുണ്ടാകുക. ഒപ്പം ഈ പ്രശ്നത്തിൽ കണ്ടിരുന്നതായ പരിഹാരങ്ങൾ ഈ ജ്യോത്സ്യൻ കർമ്മിയാണെങ്കിൽ അദ്ദേഹം ചെയ്യും. അല്ലാത്ത പക്ഷം വേറൊരു കർമ്മിക്കാണ് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ നാലാമയിടത്ത് വേണ്ടുന്ന കാര്യാദികൾ ചെയ്യുമ്പോൾ ഇന്ന് അനുഭവിച്ചു വരുന്ന ദുരിതാദികളും മാറും. പറഞ്ഞു വന്നത് അവിടെയല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ധർമ്മദൈവാദികളുടെ കാര്യത്തിലേക്ക് നമ്മൾ എത്തി. അപ്പൊ ധർമ്മദൈവാദികളുടെ കാര്യത്തില് പണ്ടുണ്ടായിരുന്നതായ ഗുരുമുത്തച്ഛന്മാര് അവർ ആചരിച്ചിരുന്നത് അനുഷ്ഠിച്ചിരുന്നത് ഈ പതികൾ വെച്ച് അല്ലെങ്കിൽ തറകള്. പഴയ കാലത്ത് അങ്ങനെയാ. അന്ന് കാശും സൗകര്യങ്ങളും ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ അഗ്രഗണ്യന്മാരായിരിക്കും. അവരുടെ ധർമ്മദൈവങ്ങളെ ഉപാസിച്ച് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ മുട്ടുകുത്തിക്കാൻ പറ്റാത്ത വ്യക്തികളായാലും ശരി ജീവിക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാവില്ല. വീടൊന്നും കൃത്യമാവുണ്ടാവില്ല. വീടിന് കക്കൂസ് ഉണ്ടാവില്ല, കക്കൂസിന് കുളിമുറി ഉണ്ടാവില്ല. എന്നാലും അവർക്ക് ഈ കഴിവിനെ അവർ കൃത്യമായിട്ട് നോക്കിയിരുന്നു. എങ്കിലും അവരെ ധർമ്മദൈവങ്ങൾക്ക് ഈ ഒരു തറ കെട്ടി ആ തറയില് ഈ മണ്ണ് കൊണ്ട് അങ്ങനെ തേച്ച് ചാണം കൊണ്ടും തേച്ച് ആ ചാണത്തമെല്ലാം ചിലപ്പോൾ ഇരുത്ത ദൈവങ്ങൾ തന്നെ. ചാണത്തമിരുത്തല്ല, ചാണം കൊണ്ട് തേച്ചിട്ട് അതിൻ്റെ മീതെ ഈ പ്രതിഷ്ഠ ഉണ്ടാവും അതിൻ്റെ മുന്നിൽ. ചിലവരൊക്കെ ഇത്തിരി മേടിച്ച് നീറ്റി അതുകൊണ്ട് ഉത്സവമൊക്കെ ആകുമ്പോൾ ഒക്കെ അടിക്കും. അങ്ങനെ ആ ദൈവത്തിനും ആ കാലഘട്ടത്തിലും കൃത്യമായിട്ട് ആചരിച്ചിരുന്നു. അതിന് ശക്തി ഉണ്ടായിരുന്നു. കാരണം തലമുറകളായിട്ട് മാറ്റി വന്നിട്ടുള്ളതൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളതാണ്. അതിനെ ഇടക്കാലത്ത് വിശ്വാസം ഇല്ലാണ്ടോ ഇവർ ചെയ്യുന്നതൊക്കെ അന്ധവിശ്വാസമാണെന്നുള്ളതിലോ മദ്യം കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുള്ളതിലോ ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്നുള്ളതിലോ അല്ലെങ്കിൽ അവിടെ ഉള്ളതായ മക്കളും മരുമക്കളൊക്കെ നാട് വിട്ടു പോയതിന്റെ പേരിലോ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബത്തിലെ ആളുകളൊക്കെ മരണപ്പെട്ടു പോയതിന്റെ പേരിലോ ഇനി സ്ഥലം ഇവിടെ നിൽക്കാൻ പറ്റില്ല, സാമ്പത്തിക ബാധ്യത ആയതുകൊണ്ട് അതുകൊണ്ട് ഇവരിനെ നീക്കം ചെയ്തുകൊണ്ടോ കൊണ്ടുപോയി കളഞ്ഞതുകൊണ്ടോ അങ്ങനെ പലതരത്തിലും ദുരിതങ്ങൾ വരാം. അപ്പൊ ആ ദുരിതങ്ങൾ വരുമ്പോ ഇപ്പൊ ഈ പ്രശ്നത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ രോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ധർമ്മദൈവാദികളുടെ കാര്യത്തിന് എത്ര ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓരോ പിടി പൈസ കൊണ്ട് അവിടെ വെച്ചിട്ട് വിളക്കും കത്തിച്ച് വെച്ച് 5 തിരിയിട്ടുള്ള വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ചു വെക്കുമോ എന്ന് പറയും. പിന്നീടാണ് കളി. ഇതുവരെ കളിയല്ല. അപ്പോ പിന്നീട് വരണത് താമ്പൂല പ്രശ്നമോ അഷ്ടമില പ്രശ്നം വയ്ക്കാനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പണ്ട് ഇവരുടേതായ കൊച്ചു തറകളുണ്ടായിരുന്നുള്ളൂ. ആ തറകളിലൊക്കെ നിത്യം വെളുക്ക് വയ്ക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ അവർക്ക് കഴിയുമായിരുന്നു. അവിടെ താന്ത്രിക വിദ്യയൊന്നുമില്ല, നേദിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അവര് ഉണ്ടാക്കുന്നതായ ഇത്തിരി തവിട്, ഇത്തിരി കള്ള്, ഗുരുതി, അതുതന്നെ ധാരാളം അമൃതാണ് അവർക്ക്, ആ ദൈവങ്ങൾക്ക്. പക്ഷെ ഇതിനൊരു പുനരുദ്ധാരണമൊക്കെ വരുമ്പോ ഈ കല്ലുമിരുന്നേരുന്ന അല്ലെങ്കിൽ മരച്ചോട്ടിലിരുന്നേരുന്ന ഈ ദേവി, ആ ദേവിക്ക് ക്ഷേത്രം പണിയാൻ പറയും, മണ്ഡപപ്പര പണിയാൻ പറയും, അത് പറയും ഇത് പറയും. അങ്ങനെ വലിയൊരു ചെലവിലെ കൊണ്ടെത്തിക്കും. ഒരുപാട് പ്രേതദോഷങ്ങൾ കാര്യങ്ങൾ അത് എന്തായാലും വേണ്ടതാണ്. പക്ഷെ ആ ദൈവത്തരൻ അതേപോലെ തന്നെ സ്വരൂപം കാട്ടി ഇരിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ക്ഷേത്രം കെട്ടിയിരുത്തുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ അനുവാദം ഉണ്ടാവില്ല. ആ ദൈവത്തിനെ പൂജിക്കാൻ അവർക്ക് അനുവാദം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് അതിന് ഭയപ്പാടായിരിക്കും. എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുക? അവരൊക്കെ വലിയ വലിയ തന്ത്രിമാരൊക്കെ വന്നിട്ട് കർമ്മം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ പാകമില്ലാത്തൊരു വീട്ടിലും
അവരുടെ ധർമ്മദൈവങ്ങൾക്കും തന്ത്രി പൂജ ചെയ്യും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. എന്നാൽ ഈ പ്രശ്നം വെക്കുന്നതായ വ്യക്തികൾ ഈ ധർമ്മദൈവങ്ങളെ അതേപോലെ തന്നെ പൂർവിക ആചാരത്തിൽ പഴയ പോലെ തന്നെ അവർക്ക് അതിനൊരു വൃത്തിയുള്ള സ്ഥലം നോക്കി അതിലെ എല്ലാ ദേവതകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭാഗം ആ ഭാഗത്ത് എല്ലാ ദേവതകളെയും സ്ഥാനം അനുസരിച്ച് കുടിയിരുത്തിയിട്ട് തറയമെന്നെ മതി. ഇനിയിപ്പോൾ മഴ കൊള്ളാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽസോ എന്തെങ്കിലും ഇട്ടിട്ട് സൗകര്യം ചെയ്യാം. ഇത് വലിയ തരത്തിലുള്ള അമ്പലങ്ങളൊക്കെ പണിത് നോക്കുമ്പോൾ അവർക്ക് ബാധ്യതകളാണ് വരണത്. ഒരുപാട് പൈസകൾ ലോണൊക്കെ എടുത്തിട്ടാവും അവർ ക്ഷേത്രം ഉണ്ടാക്കുക. ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ ആരും ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ അമ്പലം വളരെ നന്നാവണം, അത് ടൈലിടണം, അതിനെ കരിങ്കല്ലുകൊണ്ട് വിരിക്കണം, കരിങ്കല്ലുകൊണ്ടുള്ള സോപാനം വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചു പോകും. കാരണം പൈസ ഉള്ളവൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് പൈസ ഇല്ലാത്തവന്റെ വീട്ടിലാണ് ഈ സംഭവങ്ങൾ പറയണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ സ്വാഭാവികം. അപ്പൊ ഇതിനുണ്ടാക്കണമെങ്കിൽ അവനില്ലാത്ത പൈസയാണ് ഇനി ഉണ്ടാക്കുന്നത്. അത് ഇവരെ സ്ഥലം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളോ മറ്റോ മേടിച്ച് പണയം വെച്ചിട്ടോ വിറ്റിട്ടൊക്കെയോ ഇതിന്മേൽ ചെയ്യാം. ഇത് വിറ്റിട്ടുള്ള കടവും തീരില്ല. അല്ല, പണയം വെച്ചിട്ടോ ഒക്കെയുള്ള കടവും തീരില്ല. കാരണം ഇതൊക്കെ ഇതിന്റെ പണികൾ കഴിഞ്ഞിരിക്കുമ്പോഴാവും ആ ദേവന്റെ സ്ഥാനം മാറ്റി. അത് ശരിയല്ല, അവിടെ പ്രശ്നങ്ങളായി. അതുകൊണ്ട് ദേവനെ ഇരിക്കുന്ന സ്ഥലം ഇതല്ല, ഇതിനെ മാറ്റി വെക്കണം. അപ്പൊ അമ്പലം പൊളിക്കുക, എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് വെക്കുക. അവിടെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഇവിടെ മരണോ അല്ലെങ്കിൽ ദുരിതങ്ങളോ വഴക്കുകളോ ആകെ കൂട്ടടിയാവും. അപ്പോ ഈ പ്രശ്നം വെച്ച ആളുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം തൽക്കാല പ്രശ്നം എന്ന് വയ്ക്കുമ്പോൾ പറയാം ഇവിടെ പ്രശ്നങ്ങളായിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്ത് പോകുമ്പോൾ അത് വെച്ച് ശരിയായില്ല. അപ്പോ വീണ്ടും പ്രശ്നം വെക്കണം, വീണ്ടും ആ തറകൾ മാറ്റും. അങ്ങനെ ഒരു അന്തമില്ലാത്ത പോലെയാണ് ഓരോ കുടുംബങ്ങളിൽ ഇന്ന് അനുഭവിച്ചു വരുന്നത്. സ്ഥാനങ്ങൾ വെക്കുന്ന സ്ഥാനത്തും ഈ പ്രേത സാന്നിധ്യങ്ങളോ സർപ്പ സാന്നിധ്യങ്ങളോ ഉണ്ടായിട്ട് അത് പൊളിച്ചു കളയേണ്ട അവസ്ഥ വരുന്നു. പ്രതിഷ്ഠ ഇരിക്കാത്തതായ അവസ്ഥകൾ വരുന്നു. അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ആചാരങ്ങൾ, ആ ആചാരം 100% ശരിയായിരുന്നു എന്ന് ഇന്ന് പലരും അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകുക. അത് തന്നെയായിരുന്നു, അത് മതിയായിരുന്നു എന്ന്. അറിവ് കൂടുന്തോറും അത് പലതരത്തിലുള്ളതായ ദുരിതങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ ചിലർക്കൊക്കെ വളരെ നല്ലതാണ്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നല്ലതാ. ഇവിടെയും നല്ലത് തന്നെയാണ്. ഇപ്പൊ ഒരു ശ്രീകോവിൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ദേവീനെ വെച്ചെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല, കാണാനൊക്കെ നല്ല വൃത്തിയാ. പക്ഷെ അതിൻ്റെ ഉള്ളില് കർമ്മങ്ങൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആൾ വേറെ വേണ്ടി വരും. കർമ്മം അറിയുന്ന ആൾ നിത്യവിളക്ക് വെച്ചാൽ മതി. എങ്കിലും മാസത്തിൽ എങ്ങനെ ഒരു പൂജ ചെയ്താൽ 6 മാസം കൂടുമ്പോഴോ ഈ തന്ത്രിനെ കൊണ്ടുപോകാൻ വർഷാകുമ്പോഴും കൊണ്ടുവരണ്ടേ. ആ ഒരു വർഷമാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുമ്പോൾ നല്ലൊരു പൈസ വരിക. അദ്ദേഹം 2-3 പേരുണ്ടാവും, അത്ര വേണം. ഗണപതി ഹോമം, സുദർശനം, അല്ലെങ്കിൽ മറ്റേ മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിപ്പെടാനുള്ള മറ്റു കർമ്മങ്ങള്, ശുദ്ധിക്രിയകള്, നവകം പഞ്ചഗവ്യം, അങ്ങനൊക്കെ വരുമ്പോൾ ഒരു പൈസയായി. പക്ഷെ ഇതിന്റെ മുന്നേ നോക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രതിഷ്ഠകളോ സ്ഥാനങ്ങളോ വരുന്നതിന് മുൻപ് അവരുടെ ദൈവങ്ങളെ അവരെന്നെ പൂജിച്ചിരുന്നു. അതൊക്കെ വളരെ സക്സസ് ആയിരുന്നു. പക്ഷെ ഒരു പരിധി വരെ ഇതിനെ നോക്കാണ്ട് ഇത് കേടുവരുത്തിയപ്പോഴാണ് വർഷങ്ങളോളം ഇതിനെ കർമ്മം ചെയ്യാണ്ടും ആചരിക്കാണ്ടും ഒക്കെ കിടന്നിരുന്ന അത് കാരണം നശിച്ചു പോയിട്ടുള്ളത്. ഇനിയിപ്പോ ഒരു കർമ്മിയുടെ കുടുംബാന്ന് വിചാരിക്കുക. ആ കർമ്മികള് ഒരുപാട് കർമ്മികൾ ഉണ്ടായിരുന്നു. ആ കർമ്മികൾക്കോ അവരുടെ ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് പ്രേതങ്ങളതിന്, ഒരുപാട് രക്ഷസിന്, ഒരുപാട് നാഗങ്ങൾ, ഒരുപാട് ചാത്തന്റെ ദോഷങ്ങളതിന് തീർക്കുകയും അവരുടെ ക്ഷേത്രത്തിനായിരിക്കോ പാലക്കായിരിക്കോ അവർ കൊണ്ടുവന്ന് ബന്ധനങ്ങളൊക്കെ ആവാഹിച്ച് കൊടുക്കൽ, ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതഴിച്ചിട്ട് ആ പ്രേതങ്ങളൊക്കെ അവിടെ ഒതുങ്ങി എന്നുള്ളതിലാണ് എടുക്കുക. കർമ്മികളൊക്കെ ആകുമ്പോൾ അങ്ങനെയാ. അപ്പൊ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അത് പുറത്തെ പോയിട്ടിരിക്കുന്ന കുടുക്കയിലൊക്കെ ആവാഹിക്കുക. ആ ബാധാദോഷങ്ങൾ, ചാത്തന്റെ ബാധാദോഷം, മറ്റുള്ള എല്ലാ ദോഷങ്ങളും വന്ന് ഇതിലേക്ക് ആവട്ടെ എന്ന് പറഞ്ഞ് ഇതിനെ അവിടെ ഒരു വാക്കിട്ട് കയറും കെട്ടി അതിനെ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം കർമ്മിയുടെ അവിടേക്ക് ഈ ദൈവങ്ങളിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നത് അഴിച്ചിട്ട് അവരുടെ പിൻവശത്ത് അത് അഴിച്ചിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അതോട് കൂടിയിട്ട് അവസാനിച്ചു എന്നുള്ളതാണ്.
കാരണം ഇവരുടെ കർമ്മരീതിയോ കർമ്മങ്ങളോ ഉള്ളത് കൊണ്ട്, നിത്യം കർമ്മമുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഇവര് മരണപ്പെട്ടു പോയാൽ, ഈ കർമ്മികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ അവർക്ക് വെളുക്കും തീയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ദേവതകൾക്ക്, പ്രേതാദികൾക്ക് ശക്തി പകരുക. അവര് പിന്നെ നെഗറ്റീവ് ശക്തികൾ ഇവിടെ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവച്ച ശക്തികൾ അവര് പിന്നെയോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അത് അതികഠിനമായിരിക്കും. അപ്പോഴാണ് ദുർമരണങ്ങളോ ദുരിതങ്ങളോ മറ്റേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അപ്പൊ അത് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കണ്ടോ? അപ്പൊ ഓരോ കുടുംബത്തിലും മക്കള് അല്ലെങ്കിൽ മരുമക്കള് അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠനുജന്മാര് അതിനെ നിലനിർത്താനായിട്ട് നോക്കാത്തതുകൊണ്ട് പ്രശ്നം. അപ്പൊ ഇതിനൊക്കെ പെട്ടെന്ന് കളയാനായിട്ട് ബുദ്ധിമുട്ടാ. ചിലപ്പോൾ കളയാതിരിക്കാം. പക്ഷെ ആ കുടുംബത്തിൽ വീണ്ടും പല അനർത്ഥങ്ങൾ പിന്നീട് വരിക. അപ്പൊ സാധാരണ ആരും ആഗ്രഹിച്ചിട്ടല്ല, എത്രയോ തലമുറ മുന്നേ ആ മുതുമുത്തച്ഛന്മാർ കൊണ്ടുവച്ചതാണ് ഈ ദൈവങ്ങൾ തന്നെ. അത് ഇന്നുള്ള ചെറുപ്പക്കാരും ഇന്നുള്ള മക്കളും ആഗ്രഹിച്ചിട്ടാവില്ല. പക്ഷെ അത് നിലനിർത്തി പോകേണ്ടത് ചിലപ്പോൾ അവരുടെ ഉത്തരവാദിത്വവും. അതിലൊക്കെ ഏതെങ്കിലും ഗുരുമുത്തച്ഛന്മാരുടെയോ ആരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അറിയാതെ തന്നെ അദ്ദേഹം ഒരു കർമ്മിയായിട്ട് വരും, അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയായിട്ട് വരും. അവരിൽ കൂടി ആവും പിന്നെ സാധനം പോവുക. ആ ക്ഷേത്രമോ അല്ലെങ്കിൽ ആചാരമോ കർമ്മങ്ങളോ ആ വ്യക്തിയിൽ കൂടി ആവും പോവുക. അദ്ദേഹം നിത്യം വിളക്ക് വയ്ക്കുന്നു, നിത്യം പൂജിക്കുന്നു, നിത്യം ആചരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരും, എൻ്റെ കുട്ടിക്ക് വയ്യ, അല്ലെങ്കിൽ ആൾക്ക് ഉറക്കല്ലേ, എന്തെങ്കിലും ചരടുണ്ടാക്കിയരോ, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മം ചെയ്തു വരും, ഇങ്ങനെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് ദൈവമേ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ആ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു നൂലുമ്മ ഒരു ചരട് മന്ത്രിച്ച് അങ്ങനെ കൊടുക്കുകയാലും ശരി, അതിന് ചിലപ്പോൾ ഫലിക്കും. വേറെ ആൾ വന്നു, കുട്ടിക്ക് ഉറക്കല്ല അല്ലെങ്കിൽ വീട്ടിലെ കലഹമാണ്, ആളെന്തോ കണ്ടു പേടിച്ചു, അതിന് കുഴപ്പമില്ല. ആ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അപ്പം ഒരു വെളുക്കുന്ന കാശ് ഇവിടേക്ക് കാശ് കിട്ടും, എന്തെങ്കിലും ചില്ലറ കിട്ടും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു അരിമ്പൊക്കെ എടുത്തിട്ട് ദൈവങ്ങൾ അവിടെ കിട്ടു, അല്ലെങ്കിൽ നാളിലെടുത്ത് ഒഴിഞ്ഞ് അവിടെ അടിച്ചു. ഇപ്പോഴും നടക്കുന്ന കൃഷി പഴയ ആളുകൾ ചെയ്ത പോലെ തന്നെയാണ്. ഈ വന്നിട്ടുള്ള വ്യക്തിക്കും ഈ കുട്ടിയുടെ ശരീരത്തിലും ദൃഷ്ടിബാധയിലോ മറ്റോ പ്രേതബന്ധങ്ങളോ മറ്റോ ദുരിതങ്ങളോ ഉണ്ടാകുക. അതിനാണ് വാഹിച്ചിട്ട് ഒഴിഞ്ഞിട്ട് ഈ ദേവതയുടെ അടുത്തേക്ക് ഇട്ട് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനൊക്കെ പല തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും. ആ ദുരിതങ്ങള് കൃത്യമായിട്ട് അതിന്റെ എന്താണ് പഴയ പോലെ തന്നെ ആചാരങ്ങളൊക്കെ ചെയ്തിട്ട് വരികയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയിരുന്നു. ഇന്ന് കർമ്മങ്ങൾ ചെയ്തു, ഒരു താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, തന്ത്രിമാരൊക്കെ വന്നിട്ട് ദിവസങ്ങളോളം 3-4 ദിവസമൊക്കെ കർമ്മങ്ങൾ ചെയ്തൊക്കെ നന്നാക്കി, വളരെ നല്ലത്. പക്ഷെ അവരുടെ കുടുംബത്തിൽ പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചിരുന്നതായ കർമ്മങ്ങളോ ക്രിയകളൊന്നും ഇല്ല. അതുകൊണ്ട് വളരെ നാശങ്ങൾ ഉണ്ടാകുക. ചിലവര് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് ഈ കർമ്മ വേണ്ട, ഞങ്ങൾക്ക് മദ്യം മാംസം കുരുതിയും കള്ളും ആ മലബാര സമ്പ്രദായമായിട്ടുള്ള കവളാചാരത്തിലുള്ളതായ കർമ്മം ഞങ്ങൾക്ക് മാത്രം മതി എന്ന് ഷഡിക്കുന്നവരുണ്ടാകും. അത് പിന്നീട് ദുരിതങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വെക്കുമ്പോഴാണ് അറിയാം അവർക്ക് ഈ കർമ്മം പറ്റില്ല. ചിലവര് അമ്പലങ്ങളൊക്കെ പൊളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഇരുത്തിയുന്ന ഒരു കാര്യം ചെയ്യുക, പുറങ്കളത്തില് അവർക്ക് സങ്കല്പിച്ച് അവിടെ കർമ്മം ചെയ്തിട്ട് അല്ലെങ്കിൽ പൽപ്പമിട്ടിട്ട് അവിടെ കോഴീനെ വെട്ടുക എന്ന് പറയും. അപ്പൊ ഇത് അവരിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ പ്രശ്നം വെക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ്. ഒരു കുടുംബക്കാരന്റെ സാധ്യതകൾ, അവന്റെ സാമ്പത്തികം, അവന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് മാറ്റി പറ്റുമോ, നമ്മളിത് ഇങ്ങനെ ഇരുന്നേരുന്ന സ്ഥലം നമ്മൾ ഇന്നമാതിരി ചെയ്യുന്ന പറയുമ്പോൾ അവൻ ചെയ്യണ്ടേ, ചെയ്തു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ഈ പ്രശ്നം വെക്കുന്ന ആളുകൾ തീരുമാനം എടുക്കുക. ഞാൻ പറയുന്നത് ചിലരെങ്കിലും കേൾക്കുന്നുണ്ടാവും, ചില ഗുരുക്കന്മാരെങ്കിലും കേൾക്കുന്നുണ്ടാവും, പ്രശ്നം വെക്കുന്ന ജ്യോത്സ്യന്മാരൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അത് പറ്റില്ല ഇത് പറ്റില്ല, അവർക്ക് അമ്പലം വേണം നമ്മൾ പറയണായിട്ട് കൂടുതൽ അവരോട് ചോദിക്കുക. കാരണം ഇന്ന് ഇതേപോലെ അമ്പലങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുന്ന പല ആളുകളും പെട്ടിട്ടായിരിക്കുന്നത്. കാരണം ഇനിയൊരു പുനരുദ്ധാരണം നടത്താൻ അവരേൽ വകുപ്പില്ല, ഈ നാട്ടിൽ പണിയില്ല, ജോലിയില്ല, ഒരു നേരത്തെ അന്നത്തിന് വകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെ സഹകരിക്കാനോ കുടുംബക്കാരോ കുറെ അധികം ആളുകളുണ്ട് വെച്ചെങ്കിൽ കുഴപ്പമില്ല. 1-2 പേരുള്ള വെച്ചാൽ ഇതിനെന്ത് ചെയ്യും, അവസാനിപ്പിക്കാൻ പറ്റും, തട്ടിപ്പൊളിച്ച് കളയാൻ പറ്റും. അപ്പൊ അതൊക്കെ പ്രശ്നം വെക്കുമ്പോൾ ചിന്തിക്കുക, ഇന്നമാതിരി ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ശ്രീകോവിലോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെ മണ്ഡപപ്പേര വെച്ചിട്ട് പണിയേണ്ടതാണ്, അതിനെ നിങ്ങളെ കൊണ്ട് സാമ്പത്തികം സാധിക്കുമോ, ഇതിനെ കൃത്യമായിട്ട് ആചരിക്കുമോ, അത് ഈ രൂപത്തിൽ തന്നെ മതിയോ? മിക്കവാറും മഴയും വെയിലൊന്നും കൊള്ളാത്ത ദേവതകളായിരിക്കും, അപൂർവം മാത്രമേ മഴ കൊള്ളുന്നത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ
ചെറിയ ചുരുങ്ങിയ തരത്തിലുള്ള ഒരു ആസ്പെക്ടോസ് ഒക്കെ വെച്ചിട്ട് അതിന് മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇത് അവരുടെ തലമുറ കഴിഞ്ഞാൽ അപ്പുറത്തെ തലമുറയിലേക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ, ആചരിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഇതൊക്കെ ഒരു പാഴ്പണിയായിട്ട് വരിക. അവര് ഇതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കില്ല. അവർ നാട് വിട്ടു പോയി വേറെ എവിടെയും താമസിക്കാൻ വിചാരിക്കുക. ഇതിവിടെ കിടന്ന് നശിക്കുകയും ചെയ്യുക. അപ്പൊ ഉള്ള ബാക്കിയുള്ള മറ്റു കുടുംബക്കാർക്കും ഈ ദോഷങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽവാസികൾക്കും ആയിട്ട് വരിക. അപ്പൊ നമ്മുടെ പൂർവിക ആചാരത്തില് ഈ തറയിലോ പതിയിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ്റിയിലോ അല്ലെങ്കിൽ വൃക്ഷച്ചുവട്ടിലോ കാവുകളിലോ വെച്ച് ആരാധിച്ചിരുന്നതായ ദൈവങ്ങളാണ് ഇന്ന് നല്ല രൂപത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ചിലവർക്കൊക്കെ നല്ലതായിട്ടുണ്ട്, പല കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അത് വളരെ ദോഷമായിട്ട് വന്നിട്ടുള്ളത്. എങ്കിലും അവരുടെ കൃത്യമായിട്ടുള്ള ആചാരം, പൂർവിക ആചാരം എന്താണോ അത് മാത്രം അവർക്ക് ചെയ്യാം. അവർക്ക് വേറെ പഞ്ചസാര പായസോ അല്ലെങ്കിൽ പാൽപ്പായസോ വെള്ളച്ചോറൊന്നും അവർക്ക് വേണ്ട. അവർക്ക് അവരുടെ മധ്യമകർമ്മം, ചാത്തൻ ചൊവ്വ, കാളി കരിങ്കുട്ടി ഗുളികൻ, സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടോളുന്നില്ല. ചിലവരൊക്കെ ആ ഭാവത്തിൽ നിന്ന് മാറ്റി സാത്വിക ഭാവത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും അത് ആ വ്യക്തികൾക്ക് ഇഷ്ടമായിരിക്കും, കുടുംബക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, ദേവതയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അവരെ എങ്കിലും നമ്മളങ്ങനെ നിത്യം വെളുക്ക് വയ്ക്കണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിലാവും ചിലപ്പോൾ പോകുന്നുണ്ടാവുക. പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് കർമ്മികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ, മറ്റുള്ള മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കുടുംബക്കാരാണ്, ജ്യോതിഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ തനത് കർമ്മങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.